ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണ്. ഇത് ഹൈപ്പർ ആക്ടിവിറ്റിയുടെ സിംറ്റംസ് ഉണ്ടാവാം, ഇൻഅറ്റൻഷന്റെ സിംറ്റംസും ഉണ്ടാവാം. ഇതിന്റെ കോമ്പിനേഷനിലും കാണാനായിട്ട് സാധിക്കും. പലപ്പോഴും ഹൈപ്പർ ആക്ടിവിറ്റി ആണ് എന്നുണ്ടെങ്കിൽ അത് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയും ടീച്ചേഴ്സ് പലപ്പോഴും പേരൻസിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ്സ് പറയുകയും അത് ട്രീറ്റ്മെന്റ് വിധേയമാവുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഇൻഅറ്റൻഷൻ മാത്രമാണ് ആ സിംറ്റംസ് ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പലപ്പോഴും ആ കുട്ടികൾക്ക് പഠിത്തത്തിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അവരുടെ ഗ്രേഡ്സ് ഒക്കെ വളരെ കുറവായിട്ടായിരിക്കും അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത് പഠിക്കാൻ കഴിവില്ലാത്ത ഒരാൾ അല്ലെങ്കിൽ പഠിക്കില്ല, ഉഴപ്പാണ് എന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സും അവരെ തഴയാറുണ്ട്. അതൊരു രോഗാവസ്ഥയാണ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് എന്ന് അവർ പലപ്പോഴും മനസ്സിലാവാതെ ടീച്ചേഴ്സും പഠിക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തികൾ അല്ലെങ്കിൽ ബാക്ക് ബെഞ്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞ് അവരെ തഴയാറുണ്ട്. പക്ഷേ ആക്ച്വലി അവർക്ക് പഠിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടോ അവരുടെ IQ കുറവായതുകൊണ്ടോ ഒന്നുമല്ല, അവർക്ക് കോൺസെൻട്രേഷനും അറ്റൻഷനും നൽകാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് എന്നുള്ളത്